ഇന്നൊരു സ്വീറ്റ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റവ വെച്ചിട്ട് ഷീര എന്ന് പറയും. അത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് റവ വറുത്തത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം 2 കപ്പ് റവയ്ക്ക് 1 കപ്പ് ശർക്കര, സെയിം കപ്പ്. ഇപ്പം ഞാൻ ആ ചെറിയ ബൗളിനകത്ത് 2 കപ്പ് റവ എടുത്തു. ആ ഒരു ബൗളിനകത്ത് തന്നെയാണ് ശർക്കര എടുത്തേക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 മുതൽ 1.5 കപ്പ് വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുന്തിരിങ്ങ, പിസ്ത എന്താ ഓപ്ഷനിലോ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്യ് വേണം, ഏലക്ക പൊടി വേണം, ചൂടുവെള്ളം വേണം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി ഫസ്റ്റ് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഒന്ന് വറുത്ത് എടുക്കാവേ. നെയ്യ് ഞാനൊരു 3 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ, ബദാമും കാഷ്യൂനട്ടും കൂടെ. ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ആ സെയിം നെയ്യിൽ തന്നെ വറുത്ത് വെച്ചേക്കുന്ന റവ ഉണ്ടല്ലോ, അത് നെയ്യിൽ ഒന്നുകൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണേ. നെയ്യിൽ കിടന്നിട്ട് റവ ഒന്നുകൂടെ റോസ്റ്റായിട്ട് വരട്ടെ. എൻ്റെ കയ്യിൽ വറുത്ത റവ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വറുത്ത റവ എടുത്തത്. വറുക്കാത്ത റവയാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് നെയ്യിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു യെല്ലോയിഷ് കളർ ആവട്ടെ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് റവ എടുക്കുന്നെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ 2 കപ്പ് റവയ്ക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ശർക്കര മെൽറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇടാം, ഞാൻ അല്ലാതെ തന്നെ ഇടുക. നമ്മൾ അതിനകത്ത് തന്നെ കിടന്ന് മെൽറ്റ് ആയിക്കോട്ടും. എന്നിട്ട് നമുക്കൊന്ന് 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാവേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. ഞാൻ പിന്നെ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റിൽ ഏലക്കാപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ടിപ്പിക്കൽ ഷീര എന്ന് പറയുമ്പോൾ ശർക്കരയല്ല ചേർക്കുന്നത്, പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ കുറച്ച് ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശർക്കര ചേർത്ത് നോക്കിയത്. ഇത് സാധാരണ നോർത്ത് ഇന്ത്യയിൽ ഈ പൂജയ്ക്കൊക്കെ പ്രസാദമായിട്ട് ഒക്കെ ഇവിടുത്തുകാരുണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ്. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.